ഏകദേശം ഒരു 700 വർഷം മുമ്പാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഗണപതി വട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എൻ്റെ അഭിപ്രായമോ ഈ യൂട്യൂബ് ചാനലിൻ്റെ അഭിപ്രായമല്ല. ഗണപതി വട്ടമായിട്ട് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായി പറയേണ്ടി വരും. സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിവാദമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അടുത്ത കാലത്ത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വിവാദം, ഒരു സ്ഥലനാമത്തെക്കുറിച്ചുള്ള ഒരു വിവാദം, ആ സ്ഥലത്താണ് ഞാനുള്ളത്. സ്ഥലം എവിടെയാണെന്നല്ലേ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി ഇപ്പോൾ വിവാദമായി. മറ്റൊരു നാമത്തിൽ അടുത്ത കാലത്ത് പിന്നീട് അതിൻ്റെ സ്ഥലനാമം മാറ്റപ്പെടും എന്ന രീതിയിലേക്ക് ഇവിടെ ഒരു വിവാദ പ്രസ്താവനകളും മറ്റുമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനാധാരമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ഈ പറയുന്ന സുൽത്താൻ ബത്തേരിയിൽ, ഒരു മഹാഗണപതി ക്ഷേത്രം. അപ്പോൾ ആ മഹാഗണപതി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഗണപതി വട്ടം എന്ന നാമം ഉണ്ടായത്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ദൃശ്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആ ക്ഷേത്രത്തിലേക്കൊക്കെ ഒന്ന് പോകാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് വിവാദത്തിന് കാരണമായ സുൽത്താൻ ബത്തേരിയിലെ നഗരഹൃദയങ്ങളിലൂടെ ഞാനിങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ഒരു ചെറിയ ക്ലോക്ക് ടവർ ഇവിടെ കാണാം. ഈ ക്ലോക്ക് ടവറിൽ നിന്ന് ക്യാമറ ഇങ്ങോട്ട് പതുക്കെ തിരിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ മുമ്പിൽ ആ കടകൾക്കിടയിലൂടെ ഒരു ക്ഷേത്രത്തിൻ്റെ കവാടം കാണാം കേട്ടോ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. മഹാഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രവും ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിവാദത്തിൻ്റെ ഭാഗമായി വന്നത്. അതായത് സുൽത്താൻ ബത്തേരിക്ക് ഈ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തെ പണ്ട് ഗണപതി വട്ടം എന്നായിരുന്നു വിളിച്ചത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രവേശന കവാടമാണ് സ്ഥലം സുൽത്താൻ ബത്തേരി. നമുക്കപ്പോൾ ഈ ഗണപതി വട്ടം എന്ന് പേരിലേക്ക് മാറില്ലയോ എന്നറിയില്ല. ആ വിവാദം അവിടെ കിടക്കട്ടെ, ആ വിവാദത്തിൽ നമ്മൾ പങ്കുചേരുന്നില്ല. പക്ഷേ ഇതാണ് ആ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗണപതി വട്ടം എന്നുള്ള പേരിലേക്ക് ഈ ചർച്ച പോയത്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നമുക്കൊന്ന് പതുക്കെ കടന്നു ചെല്ലാം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൈസൂരേക്കും അതുപോലെ തന്നെ ഊട്ടി ഭാഗത്തേക്കും ഗൂഡല്ലൂർക്കുമൊക്കെ പോകുന്ന പാതയാണ് കേട്ടോ. ഈ പാതയിലാണ് ഈ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരക്കേറിയ റോഡാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം മുമ്പിൽ കാണാം മഹാഗണപതി ക്ഷേത്രം. ഇതാണ് ഈ പറയുന്ന ഗണപതി വട്ടം എന്ന പേരിന് അടിസ്ഥാനമായി പറഞ്ഞിട്ടുള്ള ഗണപതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് ഒരു ഓഡിറ്റോറിയം കാണാം കേട്ടോ. ആ ഓഡിറ്റോറിയത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ആ പേര് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് വായിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. സ്വാമി ഗുരുവരാനന്ദ സ്മൃതി മണ്ഡപം, മഹാഗണപതി ക്ഷേത്രം, ഗണപതി വട്ടം, ബ്രാക്കറ്റിൽ ബത്തേരി കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തേക്ക് അങ്ങനെ കടക്കാൻ സാധിച്ചു. സമയം ഉച്ചയ്ക്ക് 2 മണിയോട് അടുത്ത് കഴിഞ്ഞു കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാഴ്ച. ശ്രീകോവിലിനുള്ളിലല്ല, ശ്രീകോവിലിന് പുറത്തുള്ള നടപ്പാതയിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. സാമാന്യം നല്ല ഒരു ക്ഷേത്രമായിട്ട് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തെ കാണാം. ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു നിന്നുള്ള കാഴ്ച. ഒരു ശ്രീകൃഷ്ണൻ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തെ കണ്ടുമുട്ടി, ജയൻ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹം ഈ ഗണപതി വട്ടവും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പിന്നീട് പേര് മാറി വന്നതൊക്കെ എങ്ങനെയാണെന്ന് ഒരല്പം വിശദീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. ഏകദേശം ഒരു 700 വർഷം മുമ്പാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഗണപതി വട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതിനു മുമ്പേ ഇത് കർണാടക സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അന്ന് വേറെ എന്തോ പേരുണ്ടായിരുന്നു. അപ്പോൾ ടിപ്പുവിൻ്റെ ഒരു അക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രം പൂർണ്ണമായി തകർക്കുകയും ചെയ്തു. 2 ആൾ പൊക്കമുള്ള വിഗ്രഹം തന്നെ അടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 50-60 വർഷം മുമ്പാണ് നവീകരണം ചെയ്തത്. ഇത്
ടിപ്പു അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ടിപ്പുവിൻ്റെ ആയുധപ്പുരയായി മാറി. അത് ബ്രിട്ടീഷുകാർ ടിപ്പുവിൻ്റെ ആയുധത്തെ ബാറ്ററി ആയിട്ട് കണക്കാക്കി സുൽത്താൻ്റെ ബാറ്ററി സൂക്ഷിക്കുന്ന സ്ഥലം. ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ ഗണപതി വട്ടത്തിൻ്റെ സ്ഥലമാണെന്നാണ് പറയുന്നത്. അത് 2-3 അടിയാധാരങ്ങൾക്ക് മുമ്പ് പരിശോധിച്ചാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് നേരിട്ട് അനുഭവം ഇല്ലെങ്കിലും 2-3 അടിയാധാരങ്ങൾക്ക് മുമ്പ് മുഴുവൻ ഗണപതി വട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുന്ന് ഒരു ഇത് ഈ പ്രദേശം മുഴുവൻ ഗണപതി വട്ട. ഇതിൽ 2-3 അടിയാധാരം പുറകിലേക്ക് പോയാൽ അത് ഗണപതി വട്ടം എന്നാണ് പറയുക. കാരണം 1947 മുമ്പ് അത് ഗണപതി വട്ടമായിട്ട് അറിയപ്പെടുന്നത്. ഗണപതി വട്ടമായിട്ട് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായി പറയേണ്ടി വരും. ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തേക്ക് അത്യാവശ്യം കയറി ഒന്ന് ചിത്രീകരിക്കാൻ കഴിഞ്ഞു. അവിടെ കണ്ട ഒരു ക്ഷേത്ര ജീവനക്കാരനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ക്ഷേത്ര ജീവനക്കാരൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായമോ ഈ യൂട്യൂബ് ചാനലിൻ്റെ അഭിപ്രായമല്ല എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഗണപതി വട്ടമാണോ സുൽത്താൻ ബത്തേരിയാണോ എന്ന വിവാദ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുജി മീഡിയ ചാനൽ സുൽത്താൻ ബത്തേരി സന്ദർശിക്കുകയായിരുന്നു. അതിനാധാരമായ ആ മഹാഗണപതി ക്ഷേത്രവും സന്ദർശിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഈ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ഷേത്രത്തിൽ കണ്ടുമുട്ടിയ ആ സുഹൃത്ത് പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പോ വിയോജിപ്പോ ഞാൻ വെച്ച് പുലർത്തുന്നില്ല. അവിടെ ഒരാളെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിന് പ്രത്യേക നിലപാടൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പേര് ഏതായാലും ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഭാഗം ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് കാണാം.